ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന് നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സംഗീതാത്മകോടെ ആരാധിപ്പാം. ദൈവത്തിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ദൈവവചനത്തിന് മുമ്പിൽ ഉണ്ടാകേണ്ട അനുതാപം. എല്ലായ്പ്പോഴും വചനം കേട്ട് സന്തോഷിച്ചു പോകുന്ന ഒരു ജനമായിട്ട് മാത്രമല്ല, വചനത്തിന് മുമ്പിൽ കരയുന്ന ഒരു ഹൃദയം. പുസ്തകം പഠിക്കാനും പുസ്തകം വായിക്കാനും ഇരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്, ഒരു യാമത്തോളം എസ്രാ ശാസ്ത്രി ഒരു പ്രത്യേക ക്രമീകരിക്കപ്പെട്ട സ്ഥലത്ത് ജനത്തെ ഒന്നിപ്പിച്ച് കൂട്ടിയിട്ട് ആ ജനത്തിന്റെ മുമ്പാകെ ന്യായപ്രമാണം ഒരു യാമത്തോളം വായിച്ചു, പുസ്തകം മടക്കി വെച്ചു. നിന്ന നിൽപ്പിത്തനെന്നതുകൊണ്ട് ജനം അടുത്ത ഒരു യാമത്തോളം കുറ്റമേറ്റു പറഞ്ഞ് കരയുന്നു. കുറ്റമേറ്റു പറഞ്ഞ് കരയുന്ന ഒരു ഹൃദയം എവിടെ ഉണ്ടോ അവിടെല്ലാം വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അനുദപിച്ചാൽ ഇതുപോലെ കൈക്കൊള്ളുന്ന ഒരു ദൈവത്തെ വേറെങ്കിലും നമ്മൾ കാണാൻ പറ്റത്തില്ല. അനുദപിക്കുന്ന ഏത് ഹൃദയത്തോടും മനസ്സറിയുന്ന ഒരു ദൈവമാണ്. അനുദപിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം പഴയതുപോലുള്ള ഒരു സ്ഥാനവും മാനവും ഒന്നും എനിക്ക് വേണ്ട, ബാല്യക്കാരനായിട്ട് നിർത്തിയാൽ മതിയെന്നാണ്. പക്ഷെ ആ വാക്ക് പറയാൻ പോലും ആ മകനെ ദൈവം അനുവദിച്ചില്ല. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറയാനേ ആ മകനെ അനുവദിച്ചു. അതിന് മുമ്പേ അപ്പൻ അവനെ പൂണ്ടടക്കം പിടിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ബാല്യക്കാരനല്ല, മുൻപ് നിനക്ക് ഈ വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷം തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെയുള്ളൊരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്, നമ്മൾ ആരാധിക്കാൻ വരുമ്പോഴും എല്ലാം ക്രൂരനായ ഒരു ദൈവത്തിന്റെ ഭാവമല്ല നമ്മുടെ മുമ്പിൽ വരുന്നത്. സ്നേഹമുള്ളൊരു പിതാവിന്റെ, നമ്മുടെ പിതാവ് സ്വർഗസ്ഥൻ സ്നേഹമുള്ളൊരു പിതാവാണ്. 2-ാം സങ്കീർത്തനം 4 രംഗങ്ങളുള്ളൊരു നാടകം പോലെയാണ്. 4 രംഗങ്ങൾ. 1-ാം രംഗത്തിനായിട്ട് കർട്ടൻ പോകുന്നു, രംഗം അവിടെ നടക്കുന്നു, കർട്ടൻ വീഴുന്നു. 2-ാം രംഗം, 3-ാം രംഗം. 1-ാമത്തെ രംഗത്തിൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളാണ്, ജനങ്ങൾ സംസാരിക്കുക. 2-ാം രംഗത്തിൽ പിതാവ് സംസാരിക്കുന്നു. 3-ാം രംഗത്തിൽ പുത്രൻ സംസാരിക്കുന്നു. 4-ാമത്തെ രംഗത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. 4 ശബ്ദങ്ങളാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. 1-2 വാക്യങ്ങൾ ഒരാൾക്കൊന്ന് പരസ്യമായി. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യക്തമായത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ കൂടി ആലോചിക്കുന്നു. 4 കൂട്ടർ, 4 പ്രവർത്തനം. 1 ജാതികൾ, 2 വംശങ്ങൾ, 3 രാജാക്കന്മാർ, 4 റൂളേഴ്സ്, കിങ്സ്, റൂളേഴ്സ്, പീപ്പിൾസ്, നേഷൻസ്. ഇങ്ങനെയുള്ള 4 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണക്കാരല്ല. 1 ജാതികൾ, 2 വംശങ്ങൾ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഇസ്രായേൽ ജനം, 3 അന്നുള്ള രാജാക്കന്മാർ, 4 അധിപതി, റൂളേഴ്സ്, ഭരണാധികാരി. എന്താ അവർ ചെയ്യുന്നത്? കലഹിക്കുന്നു, നിരൂപിക്കുന്നു, കൂടിയാലോചിക്കുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു. കലഹിക്കുന്നു, നിരൂപിക്കുന്നു, കൂടിയാലോചിക്കുന്നു, എഴുന്നേൽക്കുന്നു. ആർക്ക് വിരോധമായി? ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി. ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ ഇതൊന്നും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്നില്ലെങ്കിലും, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ബൈബിൾ പറയുന്നതാണ്. എവിടെ അഭിഷേകമുള്ള ഒരു കൂട്ടം ദൈവജനം പാർക്കുന്നോ അവിടെ എതിരാളികളും ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയത്തില്ല ഈ കണ്ണുകൾ കൊണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, അധിപതികൾ, രാജാക്കന്മാർ,
ഭരണതലത്തിൽ ഇരിക്കുന്നവർ, വംശങ്ങൾ, ജാതികൾ, അത് വ്യക്തമായതിനു വേണ്ടി വ്യക്തമായത് നിരൂപിച്ചുകൊണ്ട്, യാതൊരു കാര്യങ്ങളുള്ളതല്ല, വ്യക്തമായത് നിരൂപിച്ചുകൊണ്ട് യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി. ഇതിനൊക്കെ റീസൺസ് ഒന്നും വേണ്ട ദൈവമക്കളെ. നിങ്ങൾ എത്ര നല്ലവരായി ജീവിച്ചാലും, നിങ്ങൾ എത്ര ദൈവകൃപയിൽ ജീവിച്ചാലും, എതിരാളികൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും എതിരാളികൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ വേണ്ട. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദാനിയേൽ എന്ന ഭക്തനായ മനുഷ്യൻ ആരാധനയിൽ വേർപാട് അനുഷ്ഠിച്ചവൻ, ആഹാരത്തിൽ വേർപാട് അനുഷ്ഠിച്ചവൻ, ആചാരത്തിൽ വേർപാട് അനുഷ്ഠിച്ചവൻ, പക്ഷേ തനിക്കെതിരെ ശത്രുക്കൾ എഴുന്നേറ്റു. അവർ രാവും പകലും സൂക്ഷിച്ചും നിരീക്ഷിച്ചും നോക്കിയിട്ട് ഒരു കുറ്റമാണ് കണ്ടുപിടിച്ചത്. ഒരു കുറ്റം. എന്തുവാ? അവൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്നത് കുറ്റമാണോ? പ്രാർത്ഥിക്കുന്നത് കുറ്റമാണോ? കുറ്റം കണ്ടുപിടിക്കാനായിരിക്കുന്നവർക്ക് അതും ഒരു കുറ്റമാണ്. ഇല്ല, ഞാൻ പറഞ്ഞ റീസൺസ് ഒന്നും വേണ്ട. എതിരാളികൾ ഉണ്ടാകാം, ശത്രുക്കൾ ഉണ്ടാകാം, കലഹിക്കുന്നു. 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. എന്നാൽ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു എന്ന്, ദാവീദിനെ ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ. ആര് കേട്ടപ്പോൾ? ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കുവാൻ വന്നു. ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കുവാൻ വന്നു. എന്തിനാ പിടിക്കാൻ വന്നേ? എന്തിനാ പിടിക്കാൻ വന്നേ? അഭിഷേകം കിട്ടിയെന്നറിഞ്ഞപ്പോൾ. നിങ്ങൾ വിചാരിക്കുന്നതിന്റെ ഇരട്ടി വലിപ്പവും സീരിയസ്നെസ്സും ഉണ്ട് ദൈവം തരുന്ന അഭിഷേകത്തിന്. അഭിഷേകം ലഭിച്ചു എന്ന് കേട്ടപ്പോൾ, അഭിഷേകം ലഭിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്ന? എന്ത് സംഭവിച്ചത്? ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കുവാൻ വന്നു. ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കുവാനായിട്ട് വന്നു. കാരണങ്ങളില്ലാതെ, യാതൊരു റീസൺസും ഇല്ലാതെ യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി എഴുന്നേൽക്കുന്നു, കലഹിക്കുന്നു, കൂടിയാലോചിക്കുന്നു, അല്ലേ, നിരൂപിക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നു? ദൈവം എന്താ ചെയ്യുന്നു? ദൈവം എന്താ ചെയ്യുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവം ചിരിക്കും. ഇവിടെ 3 ഉള്ളൂ ദൈവം ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞു കുട്ടികൾ കാണിക്കുന്ന വികൃതിത്തരങ്ങൾ കണ്ടിട്ട് ചാരികസല ഇരുന്നുകൊണ്ട് വല്യപ്പച്ചൻ എന്ത് ചെയ്യും? ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. സ്വർഗസ്ഥനായ ദൈവം ചിരിക്കും. നീ നിരൂപിച്ചാലും. ആബീബ് മാസം 12-ാം തീയതി രാത്രി പെസഹായും കുഞ്ഞാടിന്റെ ചോരത്തലയും ആചരിച്ച് ജനം മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നു. അവർ ചെങ്കടലിന്റെ സമീപത്തെത്തുന്നതിന് മുൻപേ ഫറവോൻ അവിടെ കൂടി ആലോചിച്ചു. എഴുന്നേറ്റു, രഥങ്ങൾ കൂട്ടി, അണികളെ തയ്യാറാക്കി 30 ലക്ഷം ജനത്തെ തിരിച്ചു കൊണ്ടുവരാം. ഇതെല്ലാം ഇവിടെ തയ്യാറാക്കിയത് ഒരു നിമിഷം കൊണ്ടൊന്നുമല്ല. ഇസ്രായേൽ ജനം പുറപ്പെട്ട നിമിഷം മുതൽ സോഷ്യൽ, എക്കണോമിക്കൽ മുഴുവൻ സിസ്റ്റവും മിസ്രയീമിൽ തകർന്നു. ഞാൻ മുൻപ് പറയാറുണ്ട്, മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസ്, ഇവിടുത്തെ പ്രവാസികൾ ഇവിടുന്ന് പോകട്ടെന്ന് കുവൈറ്റ് ഗവൺമെന്റ് ഒരു തീരുമാനം പുറപ്പെടുവിച്ച, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒറ്റ ആഴ്ച കൊണ്ട് ഇവിടുത്തെ പ്രവാസികൾ മുഴുവനും ഫ്ലൈറ്റ് ചെയ്ത് പോയി. കുവൈറ്റിന്റെ സ്ഥിതി നിങ്ങളൊന്ന് ഓർത്തോ. ഇവിടെ ഓടാൻ ഏറെ കാറുകളില്ല. ഇവിടുത്തെ ഫ്ലാറ്റുകൾ മുഴുവനും കാലിയാണ്. ഇവിടുത്തെ കമ്പനികളെല്ലാം അടയപ്പെടും. ഇന്ന് ഈ രാജ്യം റൺ ചെയ്യുന്നത് ആരെ കൊണ്ടാണ്? ആരെ കൊണ്ടാണ്? ഇത് തന്നെയാണ് ഇസ്രായേലിൽ സംഭവിച്ചത്. ഇഷ്ടിക ചൂളയിൽ തീ കത്തുന്നില്ല. 400 വർഷം കൊണ്ട് പണിയെടുത്ത
30 ലക്ഷത്തിലധികം ജനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് രാജ്യം വിട്ടപ്പോൾ ഫറവോന്റെ മുഴുവൻ സിസ്റ്റവും തകർന്നു. അവൻ രഥം പൂട്ടി പട്ടാളക്കാരുമായി ആരാധിക്കാൻ പോയ ജനത്തിന്റെ പുറകെ ഇറങ്ങാൻ പുറപ്പെടുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? ചിരിക്കുക. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ദൈവം വിടിവിച്ച ജനത്തിനെതിരെ ആരെല്ലാം പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും ദൈവം ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് പറ്റത്തില്ല. എന്റെ ജനത്തിന്റെ അടുത്തെത്തണമെങ്കിൽ, നിന്റെ രഥങ്ങളുടെ ചക്രം മുൻപോട്ട് ഓടണമെങ്കിൽ ഉന്നതനായ ദൈവം തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. ദൈവമാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് നിർണയിക്കുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് കേട്ടതാണ്. ജോസഫ് മറിയെ അവൾക്ക് ലോക അപവാദം വരുത്താതിരിക്കേണ്ടതിന് ഗൂഢമായി ഉപേക്ഷിക്കാൻ നിർണയിച്ചു. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം തന്റെ ദൂതനെ അയച്ച് ആ നിർണയം മാറ്റി. മാനുഷിക നിർണയങ്ങളെല്ലാം മാറ്റിയിട്ട് ദൈവം തന്റെ നിർണയം സ്ഥാപിക്കുന്ന ദൈവമാണ്. യാക്കോബ് പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? സ്വയം പറഞ്ഞൊരു പദം, എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ പോകത്തേക്കുള്ളെന്നാണ് തോന്നുന്നത്. ഇല്ല, നീ പറഞ്ഞതൊന്നും അങ്ങനല്ല. നീ പറഞ്ഞു ജോസഫ് മരിച്ചു, ശിമയോൻ എനിക്ക് നഷ്ടപ്പെട്ടു, ബെന്യാമീനെയും കൂടെ നിങ്ങൾ കൊണ്ടുപോവുകയാണോ? എൻ്റെ അടുത്ത് എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ എന്നോടൊപ്പം നിർത്തുന്ന എന്റെ സഹായം ഇപ്പോൾ എനിക്ക് തോന്നുന്നതോടെ നീ വലിച്ചോണ്ട് പോവുകയാണോ? ഇപ്പോൾ നിനക്ക് സഹായമെന്ന് തോന്നുന്നതോടെ ദൈവം വലിച്ചു മാറ്റുന്നത് ഒരു രഥം വരാനാ. ഇവിടെ ഒന്നും ഒരു ദൈവ പൈതൽ തകർന്നു പോകരുത്. ഉറച്ച് അവിടെ നിന്നുകൊണ്ട് പറയണം, ദൈവമേ നിന്റെ നിർണയം നടക്കട്ടെ, ദൈവമേ അങ്ങ് നിർണയിച്ചത് നടക്കട്ടെ, അങ്ങയുടെ ഹിതം നടക്കട്ടെ, അങ്ങ് എന്നെ കുറിച്ച് പദ്ധതി ഇട്ടത് നടക്കട്ടെ, അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാനിടയാണ്. മാനുഷിക നിർണയങ്ങൾ യാക്കോബേ അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ബിലെയാം പ്രവചിച്ചൊരു പ്രവചനം എന്താണെന്നറിയാമോ? യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. ഈ പ്രവചനം നിറവേറണമെങ്കിൽ നിന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ പോയാൽ പറ്റത്തില്ല, നീ വീണ്ടും ജീവനോട് ഇരുന്നേ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ആവുമ്പോൾ നമ്മളങ്ങ് പറഞ്ഞു പോകും. അഭിഷേകം കിട്ടിയ ദാവീദ് ദീർഘവർഷങ്ങൾ ഗുഹയ്ക്കകത്തും മരുഭൂമിയിലും കിടന്ന് ഉഴലുന്ന സമയത്ത് താൻ പറഞ്ഞൊരു പദം നിങ്ങൾ കേട്ടായിരുന്നു? ഞാൻ ഈ ശൗലിന്റെ കയ്യാൽ നശിക്കത്തേ ഉള്ളൂ. കാരണം എവനെ ദൈവം ഒതുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതോറും അവന്റെ ശക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൂടി വരിക. എന്റെ എതിരാളികളുടെ എണ്ണം വർദ്ധിച്ചു വരിക. ദാവീദ് ഒരിക്കലും ഇങ്ങനെ അറിയാതെ വിളിച്ചു പറഞ്ഞു, ഞാൻ അവന്റെ കയ്യാൽ നശിക്കത്തേ ഉള്ളെന്നാ തോന്നുന്നു. ഇല്ല ദാവീദേ, നീ അവന്റെ കയ്യാൽ നശിക്കാനല്ല, ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് പ്രഭുവായിരിക്കാനാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, രാജാക്കന്മാർ എഴുന്നേൽക്കട്ടെ, അധിപതികൾ കൂടി ആലോചിക്കട്ടെ. 4 പേർ എവിടെങ്കിലും വട്ടം നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വർദ്ധിക്കരുത്. അധിപതികൾ എഴുന്നേറ്റാലും രാജാക്കന്മാർ കൂടി ആലോചിച്ചാലും ദൈവമേ നീ നിർണയിച്ചതേ നടക്കത്തുള്ളൂ, ദൈവമേ നിന്റെ പദ്ധതിയെ നടക്കത്തുള്ളൂ, എന്നെ കുറിച്ച് സ്വർഗമിട്ട നിർണയം അതേ നടക്കത്തുള്ളൂ. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വർദ്ധിക്കരുത്. ആലോചിക്കട്ടെ, ആരാ അധിപതികൾ, ആരാ രാജാക്കന്മാർ, ആരാ വംശങ്ങൾ, ആരാ ജാതികൾ? എന്താ അവർ അടങ്ങിയിരിക്കുകയല്ല, കലഹിക്കുന്നു, നിരൂപിക്കുന്നു, എഴുന്നേൽക്കുന്നു, കൂടി ആലോചിക്കുന്നു. ഇത്രയും മതി ഒരുത്തരം അറ്റാക്ക് വരാൻ. പക്ഷെ താഴോട്ട് വായിക്കണം.
കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാ, ഞാൻ കണ്ടിട്ട് ചിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഈ തമാശ കണ്ടിട്ട് എനിക്ക് ചിരി വരിക. ദൈവം പറയുന്നു, ഞാൻ ചിരിക്കുക മാത്രമല്ല, എന്റെ അഭിഷക്തനെ ഞാൻ അവന്റെ നടുവിൽ വാഴിക്കും. ദൈവം എന്താ ചെയ്യുന്നത് അവിടെ എഴുതിയിട്ടുണ്ടോ? അന്ന് ഞാൻ ചിരിക്കുക മാത്രമല്ല, ഈ കൂടി ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ, ഈ നിരൂപിച്ചോണ്ടിരിക്കുമ്പോൾ, ഈ വ്യക്തമായത് അവിടെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ, അവർ ശക്തിയോടെ എഴുന്നേൽക്കുമ്പോൾ, ഇവരിങ്ങനെ വട്ടം നിൽക്കുമ്പോൾ അതിന്റെ നടുക്കോട്ട് എന്റെ മകനെ ഞാൻ നിർത്തിയിട്ട് ഞാൻ അവരെ അവിടെ ഇട്ട് വാഴിക്കും. അതാ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നത്. എവിടെ ഞാൻ വാഴിക്കുന്നത്? ഇതിന്റെയൊക്കെ നടുവിലിട്ട് ഞാൻ വാഴിക്കും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിന്റെ നടുവിൽ ദൈവം എന്തു ചെയ്യുന്നു? ദൈവം ചിരിക്കുക മാത്രമല്ല, ദൈവം അതിന്റെ നടുവിലിട്ട് വാഴിക്കുക. നടുവിലിട്ട് വാഴിക്കുക. എന്തിയെ വിധി പറഞ്ഞവർ? എന്തിയെ പരിഹസിച്ചവർ? എന്തിയെ ശാപം ചൊല്ലിയവർ? എന്തിയെ മണ്ണുവാരി പ്രാഗിയവർ? തിരിഞ്ഞു നോക്കിക്കോ, നാട്ടിൽ ചെല്ലുമ്പോൾ നോക്കിക്കോ. അതിന്റെ നടുവിലിട്ട ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്, അതിന്റെ നടുവിലിട്ട ദൈവം നമ്മളെ മാനിച്ചത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അഭിഷേകം കുറയരുത്, അഭിഷേകം നഷ്ടപ്പെടരുത്. അഭിഷേകത്തിൽ നിന്നാൽ ദൈവം നമ്മളെ ഉയർത്താൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിച്ചിട്ടുണ്ട്, എന്റെ അഭിഷക്തനെ അതിന്റെ നടുവിലിട്ട് ഞാൻ വാഴിക്കും. ഒന്നുകൂടെ ചോദിക്കുക, എന്തിയെ പ്രാഗിയവർ? എന്തിയെ ശാപം ചൊല്ലിയവർ? എന്തിയെ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞവർ? പോയി നോക്കിക്കോ. അതിന്റെ നടുവിലും ദൈവം നമ്മളെ നിർത്തിയത് എങ്ങനെയാണെന്ന് ദൈവസന്നിധിയിൽ ഓർത്ത് കരയാൻ നമുക്ക് കഴിയും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ജാതികൾ കരയിക്കട്ടെ, വംശങ്ങൾ വ്യക്തമായത് നിരൂപിക്കട്ടെ, യഹോവയ്ക്ക് അവന്റെ അഭിഷക്തനും വിരോധമായി അവർ എഴുന്നേൽക്കട്ടെ, അവർ കൂടി ആലോചിക്കട്ടെ. പക്ഷെ ഇതിന്റെ നടുവിലും ഞാൻ എന്റെ മകനെ വാഴിക്കുന്ന ദൈവമാണ്. ഇതിന്റെ മുമ്പിൽ പതറരുത്, ഇതിന്റെ മുമ്പിൽ ഹാർട്ട് ബീറ്റ് കൂടരുത്. ദൈവം എന്നെ അതിന്റെ നടുവിലും വാഴിക്കുമെന്നും അതിന്റെ മീതെ പോകാൻ, അതിന്റെ മീതെ, എതിന്റെ മീതെയാ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ഈ കലഹിച്ചുകൊണ്ടിരിക്കുന്ന എത്ര തെളിവുകളാണ് വേദപുസ്തകത്തിൽ. ഹാമാൻ ആലോചിക്കുന്നു അല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കുന്നത്, കഴിവുകരം തയ്യാറാക്കുന്നു, കൂടി ആലോചിക്കുന്നു. എല്ലാം നോക്കുമ്പോഴും അതിന്റെ നടുവിൽ മൊർദെഖായി എന്തോ ചെയ്യണമെന്ന് ദൈവം ആലോചിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചിരിക്കുക മാത്രമല്ല, കഴിവുകരം ഉണ്ടാക്കുമ്പോൾ ദൈവം ചിരിക്കുക. കൊള്ളാം, നല്ലതാണ്. അത് എത്ര അടിയാണെന്നറിയാം? 70 അടി ഉയരം. ഒരു മനുഷ്യനെ ആകെ 6 അടി, അല്ലെ കൂടിപ്പോയ 7 അടി. അവനെ തൂക്കിക്കൊല്ലാൻ 10 15 അടിയോളം മന്തി. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഹാമാനോട് കളിച്ചാൽ ഇത്ര അടി ഉയരത്തിൽ കിടന്നാടുമ്പോ സകലരും കാണണം ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ദൈവം പറയാൻ പോവുക, എന്നോട് കളിച്ചാൽ ഇത്ര ഉയരത്തിൽ കിടക്കുമെന്നുള്ളത്. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകല പദ്ധതികളെയും സാത്താന്റെ തന്ത്രങ്ങളെയും കണ്ട് ചിരിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അതിന്റെ നടുവിൽ ദൈവം എന്ത് ചെയ്യാന്നറിയാമോ? മൊർദെഖായി, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന്, നിങ്ങൾ ആ പദത്തിന്റെ അവിടെ രാജാവ് വെട്ടണ്ട, മുകളിലോട്ടൊരു മാറ്റി എഴുത്. ദൈവം ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് എന്തൊക്കെ ചെയ്യണമെന്ന് ആരെ കൊണ്ടാ പറയിപ്പിച്ചെന്നറിയാമോ? അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ചരിത്രങ്ങൾ നമുക്ക് കാണുമ്പോൾ ധൈര്യപ്പെടാൻ സാധിക്കും. അധിപതികൾ ആലോചിക്കുന്നതും, വംശങ്ങൾ നിരൂപിക്കുന്നതും, ജാതികൾ കലഹിക്കുന്നതും, രാജാക്കന്മാർ കൂടി ആലോചിക്കുന്നതും കണ്ട് ദൈവത്തിന്റെ അഭിഷേകം വീണ ഒരു ദൈവ പൈതൽ പതറരുത്, അവിടെ ഉറച്ചു നിൽക്കാനിടയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.